RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ സർവകലാശാല വൈസ് ചാൻസലർ പങ്കെടുത്തത് വിവാദമാകുന്നു. ഇന്നലെയാണ് തിരുവനന്തപുരം നടന്ന സംഘപരിവാറിന്റെ 100 വർഷം എന്ന പരിപാടിയിൽ കേരള, MG, മലയാളം സർവകലാശാലകളിലെ വൈസ് ചാൻസലേഴ്സ് പങ്കെടുത്തത്. ഷെബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരം. ഷെബീദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിവരങ്ങൾ. ഷെബീദ്, താങ്കൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. കലാശാല വൈസ് ചാൻസലേഴ്സ് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് അവരുടെ സ്വതന്ത്രമായ സർവകലാശാലയുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണോ എന്നുള്ളതാണോ ഇപ്പോൾ പരാതിക്ക് ഇടയാക്കിയിരിക്കുന്നത്? ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള എതിർപ്പുകളും അതേപോലെ തന്നെ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുകളിലെ പ്രധാനപ്പെട്ട ചുവരിൽ ഒരിക്കൽ അവിടുത്തെ വൈസ് ചാൻസലർ സംഘ സ്വഭാവം കാണിക്കുന്നു എന്നുള്ള ബാനറുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്ന വലിയ പ്രതിഷേധം നടന്നതാണ്. പ്രത്യേകിച്ച് ഭാരതാംബ ചിത്രവിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പ്രതിഷേധം നടന്നത്. അന്നൊക്കെ SFI പറഞ്ഞത് സർവകലാശാലകളെ സംഘവൽക്കരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെയുള്ളതാണ്. ഇന്നലെയാണ് മോഹൻ ഭാഗവത് തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അത് നിയന്ത്രിച്ച് നടത്തിയ, മാധ്യമങ്ങളൊക്കെ നിയന്ത്രിച്ച് പരിമിതമായ ആളുകൾ മാത്രം പങ്കെടുത്ത് നടത്തിയ ഒരു പരിപാടിയാണ്. ആ പരിപാടിയിലാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള നിരവധി വൈസ് ചാൻസലർമാർ ആ പരിപാടിയുടെ ഭാഗമായത്. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ, അതേപോലെ MG സർവകലാശാല VC D മാവൂത്ത്, മലയാളം സർവകലാശാല VC CR പ്രസാദ് എന്നിവരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഇവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. പിന്നാലെ ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. SFI അടക്കം ഇക്കാര്യത്തിൽ പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. സർവകലാശാലകളെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തന്നെ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള ആക്ഷേപം അത് SFIയും KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ നേരത്തെ തന്നെ ഉയർത്തിയതാണ്. മാത്രമല്ല, ഈ കേരള VC മോഹൻ കുന്നുമ്മലിനെതിരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയരുകയും ചെയ്തതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഈ ചിത്രങ്ങളടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വീണ്ടും പ്രതിഷേധം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. ഇന്ന് രാവിലെ SFI സംസ്ഥാന നേതൃത്വം മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.